എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സീറോ മലബാർ സഭയുടെ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 11ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് 8ാമത്തെ പാഠത്തിൻ്റെ 1ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണുകയുണ്ടായി. എല്ലാ കൂട്ടുകാരും അത് കണ്ടുവെന്ന് സാർ വിശ്വസിക്കുകയാണ്. നമ്മൾ 2ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ നമ്മൾക്ക് ഒന്ന് എണീറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ കൂട്ടുകാരും ഒന്ന് എണീറ്റ് നിൽക്കാവോ? ഓക്കെ, കണ്ണുകൾ അടച്ചേ. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ അവസരത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങേ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ അങ്ങ് കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാ കൂട്ടുകാർക്കും സന്തോഷമാണെന്ന് വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ കുറേ കാലങ്ങളായി വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി വേദപാഠം പഠിക്കുന്ന നമ്മളെല്ലാവരും കഴിഞ്ഞ 7 പാഠങ്ങളിലെയും ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളുടെ അധ്യാപകരിലേക്ക് അയച്ചു കൊടുക്കുകയും അവരിലൂടെ എനിക്ക് അയച്ചു തന്ന് കാണുകയും ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈശോയെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും ഈശോ രക്ഷകനാണെന്ന് പഠിക്കുവാനുമുള്ള ഒരു നിങ്ങൾ കാണിക്കുന്ന താല്പര്യം, അതിന് എത്ര പറഞ്ഞാലും എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ അധ്യാപകരെയും നിങ്ങളുടെ വികാരി അച്ഛന്മാരെയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു, നന്ദി പറയുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മളുടെ 8ാമത്തെ പാഠമായിരുന്നു. സ്നേഹിക്കുവാനും ജീവൻ നൽകുവാനും എന്ന ആ പാഠമാണ് നമ്മൾ കണ്ടത്. രക്ഷകനായ ഈശോ നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നതും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കഴിവും അത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനുമുള്ള ഒരു കഴിവാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ദൈവം നൽകിയ കഴിവുകളിൽ ഏറ്റവും മുഖ്യമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിൽ ലൈംഗികത ദൈവിക ദാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ലൈംഗികത ഒരു സർഗശക്തിയാണെന്നും ആ ശക്തി ദൈവത്തിലൂടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നതെന്നും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയുമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് മനുഷ്യൻ സ്ത്രീയും പുരുഷനുമായി ജീവിക്കുന്നു. മനുഷ്യൻ സ്ത്രീയും പുരുഷനുമായി ദൈവം സൃഷ്ടിച്ചത്, ആ കാര്യങ്ങളെക്കുറിച്ച് കാണും. അതുപോലെ തന്നെ വിവാഹമെന്ന രക്ഷാകരമായ വിളി, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ബ്രഹ്മചര്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡിൽ കാണുകയായി. അതിനു മുന്നേ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ. ഒന്നാമതായി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈംഗികത എന്ന ദൈവിക ദാനമായിരുന്നു. ലൈംഗികത ഒരു ദൈവദാനമാണെന്നും സ്നേഹിക്കുവാനും ജീവൻ നൽകുവാനും സഹായിക്കുന്ന ഒരു സർഗശക്തിയാണെന്നും നമ്മൾ കാണുകയുണ്ടായി. അതൊരു വിശുദ്ധമായ കാര്യമാണെന്നും ജീവിതത്തിൽ എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടതൊക്കെ എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പാഠം പഠിച്ചപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന കുറച്ച് മനോഭാവങ്ങൾ, അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവദാനമായ സ്വന്തം ലൈംഗികതയെ ആദരിക്കുവാനും ലൈംഗികതയെ വിലമതിക്കുന്നതും വിശുദ്ധവുമായി കാണുവാനുമുള്ള ഒരു കാര്യം, അത് നമ്മളോട് ഒരുപാട് തവണ ദൈവം ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൻ്റെ മഹനീയതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞ ഒരു പാഠം ഉപകരിച്ചിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കുറച്ച് ശീലങ്ങളെക്കുറിച്ച് സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചിരുന്നു. അത് സാർ ഒന്നും കൂടെ പറയുകയാണ്. നിങ്ങളെല്ലാവരും നിത്യജീവിതത്തിൽ ഈ ശീലങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ്. അത് ഒന്നാമത് ലൈംഗിക വിശുദ്ധിയാണ്. വിശുദ്ധ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്നും ആ ക്വാളിറ്റി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കാണുകയുണ്ടായി, കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയുണ്ടായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. നല്ല കൂട്ടുകാരുണ്ട്, ചീത്ത കൂട്ടുകാരുണ്ട്. ചീത്ത കൂട്ടുകാരെ വേർതിരിച്ച് കാണുവാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ എല്ലാവർക്കുമുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാറി നന്മയുടെ ജീവിതത്തിലേക്ക് ചരിക്കുവാൻ കഴിയണം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഈ 21ാം നൂറ്റാണ്ടിൽ മാധ്യമങ്ങൾ ഒരുപാട് ഉള്ള ഈ അവസരത്തിൽ ലൈംഗികതയെ പ്രകടിപ്പിക്കുന്ന, ലൈംഗികതയെ വളരെ വികൃതമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില പുസ്തകങ്ങൾ, മാഗസിനുകൾ, അതുപോലെ തന്നെ സിനിമകളൊക്കെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തണമെന്നും
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. അതുപോലെ തന്നെ എതിർവർഗത്തോട് എതിർ ലിംഗത്തോട് ബഹുമാനം കാത്തു സൂക്ഷിക്കണമെന്നും, നീ ഒരു സ്ത്രീ ആയാൽ പുരുഷനെ ബഹുമാനിക്കണമെന്നും, നീ ഒരു പുരുഷനായാൽ സ്ത്രീയെ ബഹുമാനിക്കണമെന്നും ഒക്കെ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലൈംഗികത ഒരു സർഗശക്തിയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, മാനസികവും വൈകാരികവുമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം പകർന്നു നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കാണുകയുണ്ടായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വയം ആദരിക്കുന്നതോടൊപ്പം തന്നെ മറ്റു വ്യക്തികളെയും ആദരിക്കുവാനും അവരുടെ ലൈംഗികതയെ ബഹുമാനിക്കുവാനുമുള്ള ഒരു ക്വാളിറ്റി അത് ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണമെന്ന് സാറ് പറയുകയുണ്ടായി. ലൈംഗിക വികാരങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. ബാല്യം, കൗമാരം, യൗവനമൊക്കെ കടന്നു വരുന്ന നമ്മൾക്ക് ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന ഈ വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവിനായി പ്രാർത്ഥിക്കണമെന്ന് സാറ് നിങ്ങളോട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ആദ്യം സ്ത്രീയും പുരുഷനും എന്ന ഒരു സങ്കല്പമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പല കൂട്ടുകാരോടും സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് തവണ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ എനിക്കൊരു പുരുഷനായാൽ മതിയായിരുന്നു, കാരണം ഒരു സ്ത്രീയേക്കാൾ ഉപരി ഒരു പുരുഷനായാൽ മതിയായിരുന്നു എന്ന് പല പെൺകൂട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പുരുഷനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീയായി ജീവിക്കുന്നതായിരുന്നു ഇഷ്ടമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടും പലരും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, അല്ലേ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന അവസരത്തിൽ നമ്മളെ അറിഞ്ഞ ദൈവമാണ് നിന്നെ സ്ത്രീയായും പുരുഷനായി സൃഷ്ടിച്ചത്. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നീ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയോട് കൂടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുക. സ്ത്രീയും പുരുഷനും എന്ന ഈ പാഠഭാഗത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതിന് മുന്നേ സാറ് വളരെ രസകരമായ ഒരു സ്ലൈഡ് കാണിക്കാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അത് ഇപ്രകാരമാണ്: ദർ ഈസ് മെയിൽ ഇൻസൈഡ് ഫീമെയിൽ. ദർ ഈസ് മെയിൽ, ഇംഗ്ലീഷിൽ എഴുതി നോക്കിക്കേ. ഫീമെയിൽ എന്ന് എഴുതുമ്പോൾ FE കഴിഞ്ഞിട്ട് അതിൽ മെയിലാണ്, MALE, അല്ലേ? ദാർ ഈസ്, ഇത് രസകരമായ ഒരു സ്ലൈഡ് ആണെങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് ഈ ഒരു കാര്യം കൊണ്ടുവരിക. ദർ ഈസ് മെയിൽ ഇൻസൈഡ് ഫീമെയിൽ. അതുപോലെ തന്നെ ദർ ഈസ് മിസ്റ്റർ ഇൻ എവ്രി മിസ്സസ്, അല്ലേ? മിസ്സസ് എന്ന് എഴുതുന്നതാണ് MRS എന്നാണ്, മിസ്റ്റർ എന്ന് എഴുതുന്നത് MR ആണ്. മിസ്സസ് എന്ന് പറയുമ്പോൾ അതിലൊരു മിസ്റ്റർ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ദർ ഈസ് ഹി ഇൻ എവ്രി ഷീ, SHE, അല്ലേ? S കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ പറയുന്നത് ഹി ആണ്, SHE. ദർ ഈസ് ഹി ഇൻ എവ്രി ഷീ which proves that men can't live without women or women can't live without men. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വുമൺ എഴുതുന്നതും WO കഴിഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ്? MAN, men ആണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. ജീവിതം ഉള്ളിടത്തോളം കാലം, നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ആണും പെണ്ണുമായാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ ഇവർ ഒരുമിച്ച് പോകേണ്ട അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കേണ്ട രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയാണ് ഈശോ ആണായും പെണ്ണായും നമ്മളെ സൃഷ്ടിച്ചതെന്നുള്ളൊരു ബോധ്യം നിങ്ങളിലേക്ക് ആദ്യം കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ പല ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം ഇതാണ്: സ്ത്രീയാണോ പുരുഷനാണോ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്നത്? ആരാണ്? നിങ്ങൾക്ക് പറയാമോ? പുരുഷനാണോ അതോ സ്ത്രീയാണോ? സ്ത്രീയും പുരുഷനും തുല്യമാണെന്നുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്ന നമ്മൾ ആണായും പെണ്ണായും ജീവിക്കുന്ന സമയത്ത് സ്ത്രീയും പുരുഷനും തുല്യ അവകാശമാണ്, തുല്യനീതിയാണെന്നുള്ള കാര്യം ആദ്യം തന്നെ സാർ നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മനുഷ്യൻ സ്ത്രീയും പുരുഷനുമാണ്. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യങ്ങളിൽ പറയുമ്പോൾ വ്യത്യസ്ത സ്വഭാവത്തോടും പ്രാകൃതത്തോടും കൂടിയാണ് ദൈവം സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചത്. അതേസമയം വ്യക്തികൾ എന്ന നിലയിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്. വ്യക്തികൾ എന്ന നിലയിൽ സ്ത്രീയും പുരുഷനും എപ്പോഴും തുല്യരാണ്. സ്വാതന്ത്ര്യവും തീരുമാനമെടുക്കുവാനുള്ള കഴിവും ഉത്തരവാദിത്വവും ബോധവുമെല്ലാം എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയാണ്. ഇക്കൂട്ടർക്കും രണ്ട് കൂട്ടർക്കും സ്ത്രീക്കും പുരുഷനും ഈ കാര്യങ്ങളെല്ലാം തുല്യമായിട്ടാണ് ദൈവം നൽകുന്നത്. എന്നാൽ ശാരീരികമായി ഇവർ വ്യത്യസ്തരാണ്. നമ്മൾക്കറിയാം, ഒരു സ്ത്രീയെ പോലല്ല ഒരു പക്ഷേ ഒരു പുരുഷനിരിക്കുന്നത്, ഒരു പുരുഷനെ പോലെ ആയിരിക്കത്തില്ല ഒരു സ്ത്രീ ഇരിക്കുന്നത്. ശാരീരികമായ ചില പ്രത്യേകതകൾ അവരിൽ മാറ്റം സൃഷ്ടിച്ചിരിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിനാൽ മാനസിക ഭാവങ്ങൾക്കും വികാരങ്ങൾക്കും വ്യത്യസ്തതയുണ്ട് എന്ന് നമുക്കറിയാം. ഈ വ്യത്യസ്തത പരസ്പര വിരുദ്ധമല്ല, മറിച്ച് പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും വ്യത്യസ്തത പുലർത്തുമ്പോൾ തന്നെ പൂർണ്ണതയിലേക്ക് വളരുവാൻ വേണ്ടിയാണ് സ്ത്രീ പുരുഷന്മാരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പല വിധത്തിലുള്ള വ്യത്യസ്തതകൾ നമ്മളിൽ പ്രകടമാക്കുമ്പോൾ തന്നെ നമ്മൾക്കെല്ലാവർക്കും പൂർണ്ണതയിലേക്ക് വളരുവാനുള്ള
ഒരു കാര്യമാണ് ദൈവം മനുഷ്യനെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും സൃഷ്ടിച്ചതെന്നുള്ള കാര്യം ഓർക്കുക. ഒരുപക്ഷെ ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം, ഈ ലോകത്ത് പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾ എൻ്റെ അമ്മയെ പോലെയുള്ള സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചെറുപ്പത്തിലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ? അത് ശരിയാകുമോ? ഇല്ല. സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകുവാൻ വേണ്ടി ദൈവം സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ പോപ്പുലേഷനൊക്കെ എടുത്തു നോക്കി, നമ്മളുടെ ലോകത്തിൻ്റെ പോപ്പുലേഷനും ഇന്ത്യയുടെ പോപ്പുലേഷനും നമ്മളുടെ കൊച്ചു കേരളത്തിൻ്റെയൊക്കെ പോപ്പുലേഷൻ എടുക്കുമ്പോൾ ഏറെക്കുറെ ഈക്വൽ ആണ്, 1:1, ഏറെക്കുറെ ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് കാലാകാലങ്ങളായി തുടരുന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എക്കാലത്തും പുരുഷനോടൊപ്പം തന്നെ സ്ത്രീയെയും സ്ത്രീയോടൊപ്പം തന്നെ പുരുഷനെയും ദൈവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി സ്ത്രീയോ പുരുഷനോ ആയി ജനിക്കുന്നത് ദൈവനിശ്ചയപ്രകാരമാണ്. നമ്മൾ ആരെങ്കിലും നിശ്ചയിച്ചതാണോ? അല്ല, ദൈവനിശ്ചയപ്രകാരമാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം പറയുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. നീ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള കാര്യം, നിന്റെ പ്രത്യേകതകൾ, നീ എങ്ങനെ ജീവിക്കണം, എവിടെ ജീവിക്കണം എന്നൊക്കെയുള്ള കാര്യം ദൈവത്തിന് അറിയാമായിരുന്നു. കാരണം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം രൂപപ്പെടുത്തിയത് ദൈവമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ അവസരത്തിൽ നാം ഓരോരുത്തരും സ്ത്രീയോ പുരുഷനോ ആയിരിക്കുമ്പോൾ അതിൽ അഭിമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. ദൈവിക പദ്ധതി പ്രകാരമാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടതും നാം ഓരോരുത്തരും ജീവിക്കേണ്ടതും. ദൈവം നമുക്ക് നൽകിയ ഈ ദാനം, അത് പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്തുതിക്കുവാനും നന്ദി പറയുവാനും ദൈവ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാനും നാം ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് മനുഷ്യരെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവിടുന്ന് മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അത് സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പര ബഹുമാനത്തോടും ആദരവോടും കൂടി ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുവാൻ വേണ്ടി നമ്മൾക്ക് ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മളിലേക്ക് ദൈവം നൽകുന്നത്. അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വിവാഹം എന്ന രക്ഷാകര വിളിയാണ്. നിങ്ങളാരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും വിവാഹപ്രായം ആയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു പക്ഷേ കുറച്ച് വർഷത്തിന് ശേഷം നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. വിവാഹം ഒരു രക്ഷാകരമായ വിളിയാണ്. തൻ്റെ സ്നേഹത്തിലും സൃഷ്ടികർമ്മത്തിലും പങ്കുചേരുവാൻ വിവാഹ ജീവിതത്തിലൂടെ സ്ത്രീ പുരുഷന്മാരെ ദൈവം വിളിക്കുകയാണ്. ഈ വിളി സ്വീകരിക്കുന്നതിലൂടെ, വിവാഹമെന്ന വിളി സ്വീകരിക്കുന്നതിലൂടെ തങ്ങളുടെ വിവാഹ ജീവിതത്തെ വിശദീകരിക്കുവാൻ വിവാഹിതർക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വൈദികൻ വിശദീകരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സ്ത്രീയും പുരുഷനും ഏറ്റവും വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്കാണ് കടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ക്രൈസ്തവ വീക്ഷണത്തിൽ വിവാഹമെന്നത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നതിനായി നടത്തുന്ന ഒരു ഉടമ്പടി മാത്രമല്ല, വിശുദ്ധമായ ഒരു കൂദാശ കൂടിയാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ ഉള്ള ഒരു ഉടമ്പടി മാത്രമല്ല, അത് ഏറ്റവും വിശുദ്ധമായ കുംഭസാരം പോലെ, മാമോദിസ പോലെ ഏറ്റവും വിശുദ്ധമായ ഒരു കൂദാശ തന്നെയാണ്. അതുവഴി സ്ത്രീ പുരുഷന്മാർ ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ഒരു ബന്ധത്തിലേക്ക്, ഐക്യത്തിലേക്കും കടന്നു വരികയാണ്. വിവാഹം എന്ന ബന്ധം വഴി, വിവാഹം എന്ന ജീവിതം വഴി സ്ത്രീയും പുരുഷനും ഒരിക്കലും വേർപെടുത്താൻ പറ്റാത്ത ദൈവത്തിൻ്റെ രക്ഷാകരമായ ഒരു പദ്ധതിയിലേക്ക്, ഒരു വിളിയിലേക്ക് വരികയാണ്. ക്രിസ്തു തന്നെ സഭയ്ക്ക് നൽകിയതുപോലെ തന്നെ, ക്രിസ്തു തന്നെ തൻ്റെ ജീവിതം സഭയ്ക്ക് നൽകിയതുപോലെ തന്നെ, സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ തന്നെ വിവാഹത്തിൽ പരസ്പരം സമർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുകയാണ്. പരസ്പരം സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിക്കുവാനുള്ള ഒരു കൂദാശ കൂടിയാണ് വിവാഹം എന്ന് പറയുന്നത്. ദൈവം യോജിപ്പിച്ച ബന്ധമാണ് വിവാഹത്തിലൂടെ രൂപം കൊള്ളുന്നത്. ദൈവമാണ് നമ്മളെ യോജിപ്പിക്കുന്നത് വിവാഹത്തിലൂടെ. അതിനാൽ ക്രൈസ്തവ വിവാഹത്തിന് സവിശേഷതമായി അല്ലെങ്കിൽ അവിഭാജ്യമായി നിലകൊള്ളുന്നത് ഈ ഒരു ബന്ധമാണ്. ദൈവം നമ്മളെ യോജിപ്പിക്കുന്നു എന്നുള്ള ബന്ധമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബ്രഹ്മചര്യ ജീവിതമാണ്. വിവാഹം എന്നതുപോലെ തന്നെ മറ്റൊരു ദൈവവിളിയാണ് ബ്രഹ്മചര്യം അല്ലെങ്കിൽ ബ്രഹ്മചാരികൾ. നമ്മൾക്ക് ഒരുപാട് സന്യസ്തരെ അറിയാം, ഒരുപാട് ബ്രഹ്മചാരികളെ നമ്മൾക്കറിയാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വൈദികരും സന്യസ്തരും മറ്റ് സമർപ്പിതരുമെല്ലാം ഈ ദൈവവിളി ഏറ്റെടുത്തവരാണ്. അവിഭാജ്യമായ ഹൃദയത്തോടും ദൈവത്തിനായി സ്വയം നൽകുന്നതിലൂടെ പ്രത്യേകമായ വിധം ഇവർ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയാണ്. നമുക്ക് ബ്രഹ്മചര്യം സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് അതൊരു വീഡിയോ രൂപത്തിൽ കാണാം. My dear sons, before you enter the order of priesthood, you must declare before the people your intention to undertake this office.
Priestly ministry is not the designation of a faith community, but a call and a ministry that comes from the Lord Himself. Each candidate is asked to present himself and to present himself with a personal commitment that will last for a lifetime. Most Reverend Father, Holy Mother Church, ask you to ordain these our brothers to the responsibility of the priesthood. After inquiry among the Christian people and upon the recommendation of those responsible, I testify that they have been found worthy. Christian Alexander Francis Cohn Lombarte. God speaks to the prophet Jeremiah, saying, "Before I formed you in the womb, I knew you. Before you were born, I dedicated you." Ambrose Tyler Augustine Dobrosi. A prophet to the nations, I appointed you. Mark Christopher Albert Bredestegi. Similarly, in the letter to the Hebrews, we hear, "Every high priest is taken from among men. Jedediah Bartholomew Tridal. No one takes this honor upon himself, but only when called by God. May God, who has begun the good work in you, bring it to fulfillment." Elias Muisije. It is the Lord who calls and appoints. Alex Biryomumesho. Through ordination, you will receive from Jesus Christ the power of acting in His name. Zachary William John Cecil. You will be configured to Christ in a special way, Jeffrey Michael Peter Stegbauer. and you will be enabled by Christ to be His minister and to be a dispenser of His gifts. Andrew Jacob Blaze Hess. In order to be a credible teacher of the truth, the priest must also be a credible witness to the truth. May the Lord Jesus Christ, whom the Father anointed with the Holy Spirit and power, guard and preserve you. Understand what you do, imitate what you celebrate, and conform your life to the mystery of the Lord's cross. My sons, you are called now to ensure that through your ministry, the universal law of love, the new commandment, is encountered by all those on your path and by those whose journey you will come to share. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലൈംഗികത ദൈവിക ദാനമാണ്. സ്നേഹിക്കുവാനും ജീവൻ പകരുവാനും നമ്മെ സഹായിക്കുന്ന സർവ്വശക്തിയാണത്. ഈ ദാനത്തിൻ്റെ മഹനീയത മനസ്സിലാക്കി അവരവരുടെ ജീവിത സാഹചര്യത്തിന് അനുസരിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. വിവാഹ ജീവിതത്തിൻ്റെ മഹനീയത, ലൈംഗികത ദൈവിക ദാനമാണെന്നുള്ള തിരിച്ചറിവ്, അതുപോലെ തന്നെ ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും ഒക്കെ നാം ഈ അവസരത്തിൽ പ്രതിജ്ഞയെടുക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിവാഹ ജീവിതത്തിൻ്റെ മഹനീയത സംരക്ഷിക്കുവാനും ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും ലൈംഗികത ദൈവിക ദാനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ സഹായിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലും സൃഷ്ടികർമ്മത്തിലും നമ്മെ പങ്കുകാരാക്കുന്ന ഈ മഹാദാനത്തെക്കുറിച്ച് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ലൈംഗിക വിശുദ്ധിയെക്കുറിച്ചും വിവാഹമെന്ന ഉടമ്പടിയെക്കുറിച്ചും ബ്രഹ്മചര്യത്തെക്കുറിച്ചും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, സ്ത്രീയും പുരുഷനുമായി അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ മാറുകയാണ് ചെയ്തത്. നല്ല വ്യക്തികളായി, നല്ല സ്വഭാവ മൂല്യമുള്ള കുട്ടികളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.